നമസ്കാരം. പല ഭരണാധികാരികളും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ നരേന്ദ്രമോദി സാറിന്റെ കോലങ്ങൾ പലതായിരുന്നു. പല രീതിയിലേക്ക് കോലം കെട്ടിയാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നത്. വിനോട്ടാ, എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറയാൻ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ചിത്രം മനസ്സിലേക്ക് വരുമ്പോഴേ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ് എന്റെ മനസ്സിലേക്ക് വരിക. അങ്ങനെ എന്റെ കുഴപ്പമാണോന്ന് അറിയില്ല. എന്തായാലും ഒരു വേഷം കെട്ടലുകാരൻ മനോഹരമായിട്ടുള്ള വേഷവിധാനങ്ങളോട് കൂടിയിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരാൾ സ്വന്തം കോട്ടിൽ 10 ലക്ഷം രൂപയുടെ കോട്ടിൽ സ്വർണ്ണ നൂല് കൊണ്ട് സ്വന്തം പേരെഴുതി വെച്ച ഒരു മഹാനാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയരുത്. അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച ചിന്ത. അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് കാരണം അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവിടുത്തെ വിവാദമായ കുപ്രസിദ്ധമായ ജുഗുപ്സാവഹമായ വലിയൊരു കലാപത്തിന് അമരത്തിരുന്ന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള ഖ്യാതിയിലാണല്ലോ ഇന്ത്യയിൽ ഉടനീളമുള്ള വർഗീയ വിഷജന്തുക്കൾക്ക് അദ്ദേഹം സ്വീകാര്യനായ ഒരു നേതാവായി മാറിയത്. പക്ഷെ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നതിന് പറഞ്ഞ കാരണങ്ങൾ അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗമായി അവസാന കാലഘട്ടത്തിൽ ഉണ്ടായ സെക്കൻഡ് UPA ഗവൺമെന്റിന്റെ മേൽ ആരോപിക്കപ്പെട്ട ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷനൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന വലിയ അഴിമതികൾ ഉണ്ടായിരുന്നു. അന്നുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി, കൽക്കരി സ്കാം ആണെങ്കിലും കോമൺവെൽത്ത് സ്കാം ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള 2G സ്പെക്ട്രം ഇടപാടാണെങ്കിലും അഴിമതിയുടെ വലിയ വലിയ കഥകളൊക്കെ കേട്ട് ജനങ്ങൾ മടുത്തു നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം ഇന്ത്യയെ മോചിപ്പിക്കാൻ ഞാൻ പോകുന്നു, ഒരു വികസിത രാഷ്ട്രമാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വർഗീയ അജണ്ടകളൊന്നും പറയാതെ തൻ്റെ മേൽ ഉണ്ടായിരുന്ന കറകളെയെല്ലാം തൽക്കാലത്തേക്ക് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയാണ് കോർപ്പറേറ്റുകളുടെ ചെല്ലിലും ചെലവിലും അവരുടെ ഫണ്ടിങ്ങിലും ഒക്കെ ഉണ്ടാക്കിയ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെയൊക്കെയാണ് വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞു, ഇതാ ഒരു നേതാവ് വന്നിരിക്കുന്നു, ഇന്ത്യയെ 25 കൊല്ലത്തിന് ശേഷം ഇന്ത്യയെ ഏകകക്ഷി ഭരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു നേതാവിത വന്നിരിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവായിരുന്നു നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത്. ഒരു അർത്ഥത്തിൽ ആ നറേറ്റീവ് ശരിയാണ്. കാരണം അദ്ദേഹം ഒരു നേതാവായി വന്നിരിക്കുന്നു, ഒരു പാർട്ടിയെ, സ്വന്തം പാർട്ടിയെ ഒറ്റക്കക്ഷി ഭരണത്തിലേക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന നിലയിൽ അതിന് ഒരു സ്വീകാര്യത അന്ന് ലഭിച്ചിരുന്നു. ബാബു, പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് നരേന്ദ്രമോദിയിൽ? ആ നരേന്ദ്രമോദിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭക്തന്മാർ പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ അദ്ദേഹത്തെ ഒരു രാജാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്, അല്ലേ? രാജാവിനെ പോലെ ഉടയാടകളൊക്കെ ധരിച്ചുകൊണ്ട് അനുനിമിഷം, എനിക്ക് തോന്നുന്നു ഒരു ദിവസം 3 പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ 3 തരം കോസ്റ്റ്യൂമുകൾ, അതിനുവേണ്ടി പ്രത്യേകമായി കോസ്റ്റ്യൂം ഡിസൈനറെ വെച്ച് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ള കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തുകൊണ്ട് അത് പല സന്ദർഭങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ പല സന്ദർഭങ്ങളിൽ ആ വേഷങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. പല പല വേഷങ്ങൾ, അദ്ദേഹത്തിന്റെ ഓരോ വേഷവും വളരെ ശ്രദ്ധേയമായിരുന്നു, നല്ല ഡിസൈനിങ് ഒക്കെ ആയിരുന്നു, അതിലൊന്നും തെറ്റൊന്നുമില്ല. അപ്പോ അങ്ങനെ വേഷം കെട്ടിക്കൊണ്ട് ഒരു രാജാവിനെ പോലെ ഉത്തരീയമൊക്കെ തൂക്കി അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ നടക്കുന്ന രാജാവിനെ ചിത്രീകരിക്കുന്ന ഒരു വ്യഗ്രതയിലായിരുന്നു ആ കാലത്തെ മോദി ഭക്തന്മാരൊക്കെ പെരുമാറിയിരുന്നത്. പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് എന്താണ്? പിന്നെ കാണുന്നത് രാജാവ് മാറി രാജാവിന് പകരം പുരോഹിതനായി, പ്രീസ്റ്റായി മാറുന്ന അവസ്ഥ, അല്ലെ തന്ത്രിയായി മാറുന്ന അവസ്ഥ. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോഴേക്കും, അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോഴേക്കും നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ പ്രതിഷ്ഠ നടത്താൻ പോകുന്നത് ആരാണ്? പുരോഹിതരല്ല. അവിടെ പ്രതിഷ്ഠ നടത്തേണ്ട തന്ത്രിയല്ല. അവിടെ പ്രതിഷ്ഠ നടത്താൻ പോകുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ആത്മീയ കേന്ദ്രങ്ങളാണ് എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യ മഠങ്ങൾ ഉൾപ്പെടെ ആ നടപടിയെ ചോദ്യം ചെയ്തിട്ടും അങ്ങനെ ഒരു പരിപാടിക്ക് ആളെ കൂട്ടുന്ന ഏർപ്പാടിന് അവിടെ വന്നിരുന്നു തരാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ആ പരിപാടി ബഹിഷ്കരിച്ച ആ ചടങ്ങിൽ. കാര്യം ഒരു അമ്പലം, ശരിക്കും ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ആദ്യം ശില്പിയാണ് കല്ല് റെഡിയാക്കുന്നത്. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റാണോ അവിടെ നിന്ന് ആ ശില്പി കല്ലിലേക്ക് എന്താണ് പറയാ ദൈവമാക്കുക, അതായത് കല്ലാണല്ലോ ദൈവമായിട്ട് വരുന്നത്. അപ്പോ ആ സംഭവത്തിൽ കുറെ പ്രോസസ് ഉണ്ട് എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പല പൂജകളും പല ക്രിയകളൊക്കെ നടത്തിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യണേ ഈ ഒരു ദൈവമാക്കി മാറ്റുന്നത്. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് ആളുകളുടെ അദ്ദേഹത്തെ സംബന്ധിച്ചു. അതുകൊണ്ടാണ് ഈ എന്താ പറയാ, ശങ്കരാചാര്യ മഠങ്ങളിലെ മഠാധിപതിമാർ പറഞ്ഞത് അവിടെ നടക്കുന്നത് പൂജാതി കർമ്മങ്ങളല്ല, അവിടെ നടക്കുന്നത് രാഷ്ട്രീയ പ്രക്രിയയാണ്. അങ്ങനെയല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഇവരുടെയൊക്കെ പണി പോയി കിട്ടും.
ആരുടെ പൂജാരിമാരുടെ പണി പോയി കിട്ടുള്ളൂ. ഇദ്ദേഹം എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതായത് രാജാവ് പൂജാരിയാവുകയാണല്ലോ. രാജാവ് പൂജാരിയായി രാജാവ് പൂജാരിയാവുമ്പോ പൂജാരി എന്താവും? പൂജാരിക്ക് ഒരു പണി ഉണ്ടാവില്ല എന്നുള്ള നില വരും. എന്തായാലും അവിടെ നടന്ന കാര്യം അതാണ്. അദ്ദേഹം തന്നെ സ്വയം തന്ത്രിയായി മാറി, അദ്ദേഹം തന്നെ സ്വയം പുരോഹിതനായി മാറി, അവിടുത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നു. അതേസമയം മറ്റൊരിടത്ത് കണ്ടത് നമ്മൾ എന്താണ്? പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് അവിടെ യഥാർത്ഥത്തിൽ പണി ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. രണ്ട് സഭകളുടെയും അധിപതി എന്നുള്ള നിലയിൽ രാഷ്ട്രപതിയെ ആ തൊടിയിൽ പോലും കയറ്റിയില്ല, ആ പറമ്പിലേക്ക് പോലും ക്ഷണിച്ചില്ല, ആ ചടങ്ങിന് ഒരു ഇൻവിറ്റേഷൻ പോലും കൊടുത്തില്ല. അങ്ങനെ ആ ചടങ്ങിൽ എവിടെ നിന്നോ കുറച്ച് കാഷായ വസ്ത്രധാരികളെ കൊണ്ടുവന്ന് അദ്ദേഹം എന്ത് ചെയ്തു? യോഗദണ്ഡമൊക്കെ സ്ഥാപിച്ച് പാർലമെന്റിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ച ഞാൻ പറഞ്ഞത് വളരെ വിചിത്രമായ കാഴ്ചകളാണ്. നരേന്ദ്രമോദി അവസാനമാവുമ്പോഴേക്കും നമ്മൾ കാണുന്നത്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന വേളയിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതെന്താ? നമ്മളെല്ലാവരും ഞെട്ടിച്ചു. ഞാൻ ഒരു ജൈവിക സൃഷ്ടിയല്ല, എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് പ്രസവിച്ചുണ്ടായതല്ല ഞാൻ എന്ന മട്ടിൽ എനിക്ക് തോന്നുന്നു. എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. ഭാഗ്യം അമ്മ മരണപ്പെട്ടതിന് ശേഷം അങ്ങനെ തോന്നിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കങ്കണ റാവത്തിന്റെ മുഖത്ത് പിന്നെ ഒരു സെക്യൂരിറ്റി പേഴ്സണൽ ഒരു വനിത അവർ മുഖത്തടിച്ചതുപോലെ നരേന്ദ്രമോദിയുടെ മുഖത്ത് സ്വന്തം അമ്മയെ അടിക്കുമായിരുന്നു എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. കാരണം നീ എന്ത് തോന്നിവാസമാണാ പറയുന്നത് എന്ന് ചോദിച്ച് ആ വൃദ്ധ ഹസ്തമുണ്ടല്ലോ, ആ ചുക്കിച്ചൊളിഞ്ഞ വയസ്സായ അമ്മയുടെ ആ കൈ ആ മുഖത്ത് വീഴുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. എന്തായാലും അമ്മയുടെ മരണത്തിന് ശേഷം അങ്ങനെ പറഞ്ഞത് നന്നായി. ഞാൻ ജൈവിക സൃഷ്ടിയല്ല, ഞാൻ പരമാത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ നേരവകാശിയാണ് എന്ന് പറയുന്ന അങ്ങനെ പല ആൾദൈവങ്ങളും ഈ രാജ്യത്തുണ്ടല്ലോ അല്ലെ. ഞാൻ തന്നെയാണ് ദൈവം, ഞാനാണിപ്പോൾ ദൈവത്തിന്റെ പരമ്പൊരുൾ, അല്ലെങ്കിൽ അതിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ എന്നിൽ ആവേശിച്ചിട്ടുണ്ട്. വിനോദ്, ഇതിന്റെ ഒരു വല്ലാത്ത പ്രതിഫലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? വളരെയധികം ദൈവഭക്തരായി മാറും. വളരെയധികം ഈ മതഭ്രാന്തിലുള്ള ആളുകളായി മാറുകയും ചെയ്യാം. ഇവർ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്ന സാധനത്തിന്റെ അപ്പുറത്തേക്ക് ഇതിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ അല്ല, മതത്തെ രാഷ്ട്രീയത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ മതം തന്നെയാണ് രാഷ്ട്രീയം, മതത്തിൽ അധിഷ്ഠിതമാണ് രാഷ്ട്രീയം എന്നൊക്കെയുള്ള രീതിയിലേക്ക് മതം ഒരു ഘടകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിനെ അകറ്റി നിർത്തുക, മനുഷ്യന്റെ സംസ്കാരം അതാണല്ലോ. മനുഷ്യനും മറ്റു മൃഗങ്ങളെ പോലൊക്കെ ഒക്കെ തന്നെയുള്ള വികാര വിചാരങ്ങളും ചിന്തയും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ്, ജന്തുവാണ് മനുഷ്യനും. പക്ഷേ മനുഷ്യനെ മറ്റു ജന്തുക്കളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത് എങ്ങനെയാണ്? അല്ല, അത് മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ അതിൽ നിയന്ത്രണം പാലിക്കണം, ചില കാര്യങ്ങളിൽ ഞാൻ അതിൽ പക്വത കാണിക്കണം, ചില കാര്യങ്ങളിൽ ഞാൻ അതിർത്തി ഭേദിക്കാൻ പാടില്ല, ചില നിയമങ്ങൾ സാമൂഹ്യ ബന്ധങ്ങളിൽ ഒക്കെ നമ്മളൊക്കെ പാലിക്കണം, കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം. എഴുതി വെച്ച നിയമങ്ങളൊന്നുമല്ല, അതൊക്കെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില ഘടകങ്ങളാണ്. അങ്ങനെയാണ് മനുഷ്യൻ മറ്റു ജന്തുക്കളിൽ നിന്ന് മാറുന്നത്. അപ്പൊ അതുപോലെ തന്നെ മതവും ജാതിയും വംശവും ഭാഷയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വൈരുദ്ധ്യങ്ങളും ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കെ തന്നെ അതൊക്കെ ഒരു സുരക്ഷിതമായ അകലത്തിൽ നിർത്തിക്കൊണ്ട് ഭരണത്തിൽ അതൊന്നും കടന്നു വരാത്ത രീതിയിൽ, അതിനെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഗുണങ്ങളെ സ്വാംശീകരിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? 80% ഹിന്ദുക്കളാണ് ഈ രാജ്യത്ത്. ആ 80% ഹിന്ദുക്കളെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു 60% ആളുകളെയെങ്കിലും തങ്ങൾക്ക് ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ തങ്ങൾക്ക് അധികാരത്തിലേക്ക് കടന്നു വരാൻ അത് എളുപ്പമാകും. തങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താൻ മറ്റുള്ളവരെയൊന്നും കണക്കിലെടുക്കേണ്ടതില്ല, മറ്റുള്ളവരെയൊക്കെ അപരസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ ആളുകളെ സംരക്ഷിച്ചു പോയാൽ മതി എന്ന തരത്തിലുള്ള ഒരു ചിന്തയിലൂടെ ജനാധിപത്യ സംസ്കൃതി പുലരുന്ന ഒരു രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി എന്ന് കാണാൻ കഴിയും. ഇന്നിപ്പോ എവിടെ എത്തി നിൽക്കുന്നു ബാബു? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, മോദിക്ക് ഗ്യാരണ്ടി പറയാനില്ല. 400 പാർ പറഞ്ഞത് എവിടെ എത്തി? ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ ദൈവപുത്രൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു തരൂര്, അല്ലെ? ദൈവപുത്രൻ ആളുകളോട് വോട്ടിരക്കേണ്ടവനാണോ ദൈവം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ വോട്ടിരക്കേണ്ട ദൈവം ഒടുവിൽ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഇവിടെ എത്തി നിൽക്കുന്നു. നമ്മൾ കാണുന്നു, സ്വന്തം പേര് പറയാൻ കഴിയുന്നില്ല. BJPയുടെ പ്രകടന പത്രികയിൽ അച്ചടിച്ചത് ഏതാണ്ട് 70-80 തവണയാണ് മോദി എന്ന പേര്. അവിടെ BJP എന്ന പേരില്ല, ND എന്ന പേര് തീരെയില്ല. ആ മോദി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? തന്റെ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി എന്ന വാക്ക് അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. BJP എന്ന തന്റെ പാർട്ടിയുടെ പേര് പോലും അദ്ദേഹം ഉച്ചരിച്ചിട്ടില്ല. അദ്ദേഹം പറയേണ്ടി വരുന്നത് NDA എന്ന് പറയുന്ന മുന്നണിയെ കുറിച്ചാണ്. NDA ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. NDA വാജ്പേയിയുടെ കാലം മുതൽ ഉണ്ടായതാണ്. ഇന്ത്യയിലെ മിക്കവാറും കക്ഷികളൊക്കെ തന്നെ NDAയുടെ ഭാഗമായി
നിന്ന ഒരു മുന്നണിയാണ് NDA. പക്ഷേ ഈ കഴിഞ്ഞ കാലയളവിൽ NDA പോയിട്ട് അതിൽ ഘടകകക്ഷികൾ പോയിട്ട് ആരെയും മുഖവിലക്കെടുക്കാതെ പോകുന്ന ഒരു ഏകാധിപതിയുടെ സ്വഭാവത്തിൽ പോകുന്ന ഒരു ഭരണാധികാരിയാണ് നമ്മൾ നരേന്ദ്രമോദിയിൽ ദർശിച്ചത്. പക്ഷെ ആ നരേന്ദ്രമോദിയുടെ അഹങ്കാരത്തിന് വലിയ തോതിലുള്ള അടിയാണ് 2024 ജനങ്ങൾ കൊടുത്തത്. ഒടുവിൽ അദ്ദേഹം പറിച്ചെറിയാൻ തയ്യാറായ എനിക്ക് 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന തന്നെ മാറ്റി എഴുതിക്കും എന്ന് പറഞ്ഞ തൻ്റെ പിണിയാളുകളെ കൊണ്ട് പറയിപ്പിച്ച അതേ ഭരണഘടനയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു അല്ലേ? അതിനെ ചുംബിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ പടിക്കെട്ടുകൾ അവിടെ നമസ്കരിച്ചുകൊണ്ട് കടന്നു വരുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പാർലമെന്റിനെ എന്താണ് ചെയ്തത്? സംവാദവേദിയാകേണ്ട, ഇവിടുത്തെ ജനങ്ങളുടെ ശബ്ദം പ്രതിഫലിക്കേണ്ട, പ്രതിധ്വനിക്കേണ്ട ഇന്ത്യൻ പാർലമെന്റിൽ പിന്നീട് നരേന്ദ്രമോദി എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. അവിടെ ചർച്ചയ്ക്ക് പോലും വരാൻ തയ്യാറല്ലാത്ത പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ തുടങ്ങി പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട നാടോടിക്കാറ്റ് സിനിമയിൽ പറഞ്ഞതുപോലെ ഒടുവിൽ മലപ്പുറം കത്തി, അമ്പും വില്ലും എല്ലാം പോയി. അപ്പോ എന്താണ് പറയാ, മതപരമായ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് BJP സർക്കാർ ഭരിക്കട്ടെ, കോൺഗ്രസ് സർക്കാർ ഭരിക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. പക്ഷെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന രീതി, ജനങ്ങളെ കഷ്ടപ്പെടുന്ന രീതി, അതിനെ 100% എതിർത്തിരിക്കും. നന്ദി, നമസ്കാരം.